വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിയില്ല. മലയാളത്തിൽ നന്ദി പറഞ്ഞ് ഗവർണർ മടങ്ങി. സർക്കാരുമായി ഇണങ്ങിയും പിണങ്ങിയും സംഭവ ബഹുലമായ കാലാവധി പൂർത്തിയാക്കി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ യാത്രയയക്കാൻ എത്താതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. രാജ്ഭവനിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നെങ്കിലും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണം മൂലം പരിപാടികൾ റദ്ദാക്കുകയായിരുന്നു. മുൻ ഗവർണർ പി സദാശിവം മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എയർപോർട്ട് വരെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ജനക്ഷേമകരമായി കേരളത്തിലെ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും കേരളവുമായി ആജീവനാന്ത ബന്ധമുണ്ടാകുമെന്നും സർവകലാശാല പ്രശ്നങ്ങൾ ഒഴികെ സർക്കാരുമായി മറ്റു വിഷയങ്ങളിൽ തർക്കമുണ്ടായിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം എയർപോർട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഗവർണർക്ക് ടാറ്റ നൽകി SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. KSRTC റെക്കോർഡിലേക്ക്. തുടർച്ചയായ അവധിക്ക് ശേഷം വന്ന ആദ്യ പ്രവൃത്തി ദിവസം വരുമാനമായ 9,22,00,000 റെക്കോർഡ് കൈവരിച്ച് KSRTC. കഴിഞ്ഞ വർഷം ഡിസംബർ 23 നേടിയ 9,06,00,000 എന്ന നേട്ടമാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ സർവീസിനൊപ്പം മറ്റ് സർവീസുകൾ മുടക്കമില്ലാതെ ഓപ്പറേറ്റ് ചെയ്തും കൃത്യമായ പ്ലാനിംഗ് നടത്തിയും നഷ്ട ട്രിപ്പുകൾ ഒഴിവാക്കിയുമാണ് ഈ നേട്ടം ഇപ്പോൾ കൈവരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇടുക്കി മുളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോകവെയാണ് അമറിന് കാട്ടാനാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പാറശാലയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ആംബുലൻസ് സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ പുറത്ത്. MLA-യുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ. കായംകുളം MLA U പ്രതിഭയുടെ മകനാണ് കഞ്ചാവുമായി പിടിയിലായത്. കനിവാണ് കുട്ടനാട് എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിലായത്. 90 ഗ്രാം കഞ്ചാവുമായി തകഴി പാലത്തിനടിയിൽ നിന്നാണ് കനിവിനെയും സംഘത്തിനെയും പിടികൂടിയത്. കനിവും സുഹൃത്തുക്കളും മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് MLA-യുടെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. കനിവിനൊപ്പം 9 സുഹൃത്തുക്കളും പിടിയിലായിട്ടുണ്ട്. നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യ അല്ല എന്ന് ഉറപ്പിച്ച് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് മൃതദേഹം 3 ദിവസത്തെ പഴക്കമുള്ള രീതിയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ദിലീപ് ശങ്കറിന്റെ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കിടപ്പുമുറിയിൽ കഞ്ചാവ് സൂക്ഷിച്ച ദമ്പതികൾ അറസ്റ്റിൽ. 18.27 കിലോഗ്രാം കഞ്ചാവുമായി മലയൻകീഴ് സ്വദേശികളായ വിജയകാന്ത്, ഭാര്യ സുമ ദമ്പതികളെ പിടികൂടി. കിടപ്പുമുറിയിൽ പ്ലാസ്റ്റിക് ചാക്കിനുള്ളിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ദമ്പതികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട് നിരീക്ഷിച്ചു വരികയായിരുന്നു. പുതുവത്സരാഘോഷം പ്രമാണിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണ് ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കുപറ്റിയിരുന്നു. തലച്ചോറിലും നടുവിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ MLA വെന്റിലേറ്ററിൽ തുടരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം.
20 അടി മുകളിൽ നിന്നായിരുന്നു വീഴ്ച. സംഭവത്തിൽ മൃദംഗ വിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ജീവന് ഭീഷണി ഉണ്ടാകും വിധം അപകടകരമായ രീതിയിൽ സ്റ്റേജ് നിർമ്മിച്ചതിനും പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മൃദംഗ വിഷന്റെ വൻ കൊള്ള. മൃദംഗനാദം എന്ന പേരിൽ ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിച്ച ഭരതനാട്യമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നത്. ഒരേ സമയം 12,000 പേരാണ് ഭരതനാട്യം ചെയ്തത്. ഈ പരിപാടിക്കിടയിലാണ് MLAയ്ക്ക് പരിക്കേറ്റത്. പരിപാടിയിൽ അടിമുടി സുരക്ഷാ വീഴ്ചയെന്ന പരാതി. ഗുരുതര ആരോപണമാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംഘാടകർക്കെതിരെ നടത്തിയത്. നൃത്തം ചെയ്യാനെത്തിയ കുട്ടികൾക്ക് കുടിവെള്ളം പോലും നൽകിയില്ലെന്നും വൻ പണപ്പിരിവാണ് നടത്തിയതെന്നും വേദിയിൽ കയറാൻ പോലും പണം ഈടാക്കിയെന്നുമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. അത്തിപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കൂ, അറിയാം ഗുണങ്ങൾ. പഴുത്ത അത്തിപ്പഴവും ഉണക്ക അത്തിപ്പഴവും ഒരുപോലെ പോഷക സമ്പന്നമാണ്. നാരുകൾ ധാരാളം അടങ്ങിയ അത്തിപ്പഴത്തിൽ മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം, കോപ്പർ എന്നീ ധാതുക്കളും വിറ്റാമിൻ A, K, ഫോളേറ്റ്, കോളിൻ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ഇവയുടെ ഗുണങ്ങളെ കൂട്ടാൻ സഹായിക്കും. രാത്രി അത്തിപ്പഴം കുതിർത്ത പാൽ കുടിക്കുന്നത് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. കൂടാതെ ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഏറെ ഗുണം ചെയ്യും. അത്തിപ്പഴം കുതിർത്ത പാലിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. പാലിൽ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും. ഫൈബർ ധാരാളം അടങ്ങിയ ഇവ മലബന്ധം ഒഴിവാക്കാനും ഗുണം ചെയ്യും. കുടലിന്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയതും കാലോറി കുറവുള്ളതുമായ അത്തിപ്പഴം പാലിൽ കുതിർത്ത് കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും. കോളിൻ അടങ്ങിയ അത്തിപ്പഴം കുതിർത്ത പാൽ കുടിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. ശ്രദ്ധിക്കുക, ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷ്യനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.